ഗൂഗിളും വെച്ച് ചതിച്ചു ഗൈസ്. വീടിന്റെ അടുത്ത് നല്ല ശുദ്ധമായ പശുവും പാല് കിട്ടുന്ന ഫാം ഉണ്ടെന്നും പറഞ്ഞ് രാവിലെ ഗൂഗിൾ മാപ്പ് നോക്കി ഇറങ്ങിയതാ ഞങ്ങള്. ഒരു ഫാമും കാണുന്നില്ല ട്ടോ ഇവിടെ. വീട്ടിൽ നിന്ന് ഒരു ട്രാമും പിന്നെ ഒരു ബസ്സും കയറി 10 മിനിറ്റ് നടന്ന ഫാമിലെത്തുമെന്ന് കേട്ടപാടെ ഞങ്ങൾ രാവിലെ പെട്ടിയും കിടക്കൊക്കെ എടുത്തുകൊണ്ട് പുറപ്പെട്ടു. അങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് പോകാനുള്ള സ്ഥലത്തിന്റെ ബോർഡ് കണ്ടു. പകുതി വഴി കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലും ബാക്കി വഴി ഗൂഗിൾ അമ്മച്ചി കാണിച്ചു തരുന്നുള്ള വിശ്വാസത്തിലും ഞങ്ങൾ അമ്മച്ചി പറയണ വഴി നോക്കി അങ്ങ് നടക്കാൻ തുടങ്ങി. ആദ്യത്തെ ഒരു 15 മിനിറ്റ് വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ എവിടെയോ എന്തോ ഒരു തകരാറും. വീണ്ടും ഒരു 10-15 മിനിറ്റ് അലിഞ്ഞിരിഞ്ഞ് നടന്നിട്ട് സൂം ലെൻസ് ഇട്ട് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. നമുക്ക് പോകേണ്ട ഫാമിലേക്ക് എത്താൻ്റെ ഇത്രയും കൂടെ നടന്നാൽ മതി. അങ്ങനെ നടന്ന് ഫാമിന്റെ മുന്നിൽ എത്തിയപ്പോഴാണ് കാണുന്നത് ഇവിടെ ഇത്രയും നല്ല ടാറിട്ട് റോഡ് ഉണ്ടായിട്ടാണ് ആ മുട്ടക്കൊന്ന് മുഴുവൻ നമ്മളെ കൊണ്ട് നടത്തിച്ചത്. നമ്മൾ ഇത്രയും ദൂരം അവിടെ നിന്ന് വന്നത് തന്നെ ഈ മെഷീനിൽ നിന്ന് ഇങ്ങനെ ചൂടായിട്ട് കറന്നു വരുന്ന ഫ്രഷ് പാലിന് വേണ്ടിയായിരുന്നു. പക്ഷെ ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കുപ്പിയും കൊണ്ട് വരണം. ഞങ്ങൾ കുപ്പി എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ അവരുടെ മെഷീനിൽ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന പാലെടുത്തിട്ട് പോന്നു. എന്നാൽ പിന്നെ പാല് തന്നവർക്കൊരു നന്ദി പറഞ്ഞ് പിരിഞ്ഞേക്കാന്ന് കരുതി ഞങ്ങൾ ഫാമിന്റെ അകത്തേക്ക് കയറി. ഈ ചാണകത്തിന്റെ മണത്തിനൊക്കെ ഇത്ര നൊസ്റ്റാൾജി ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവണം. അങ്ങനെ അകത്ത് കയറി പശുക്കളെയൊക്കെ കണ്ട് കിടാവിനെയൊക്കെ കൊഞ്ചിച്ച് മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ അങ്ങ് തിരിച്ചു പോന്നു. അപ്പൊ വീണ്ടും കാണും വരെ ചൂസ്.